നമ്മുടെ SSC GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ തന്നെ ഒരു പോർഷനാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. അതാണ് ഫസ്റ്റ്. ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്തായാലും വേണം കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് വേണം. ഈ ഒരു പേജ് വേണ്ട, ഈ കാണുന്ന ഈ ഭാഗമില്ല, ഇത് വേണം നിർബന്ധമില്ല. ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കൊണ്ടുപോയാൽ മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഭാഗം വേണമെന്ന് നിർബന്ധമില്ല. സോ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് SSC GD കോൺസ്റ്റബിളിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 10 days പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ അതിൻ്റെ 1000 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് 1000+ വരുന്നുണ്ട്. അതിൽ ഗൂഗിൾ ഷീറ്റ് അനലൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 240 അടുത്ത് വരുന്ന ഗൂഗിൾ ഷീറ്റ് ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങൾ അത് അതിൻ്റെ പുറമേ വരുന്നതാണ്. ഇൻക്ലൂഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് നിങ്ങൾ കൊണ്ടുപോകുക. കളറാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് കളറാണ്. കാരണം നമ്മുടെ ഫോട്ടോ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് നമ്മളെ എക്സാം സെൻറ്ററിലേക്ക് കയറ്റാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളിൽ 2 നമ്മൾ പറഞ്ഞു. ഒന്ന് ID കാർഡ്, 2 അഡ്മിറ്റ് കാർഡ്. ആദ്യം അഡ്മിറ്റ് കാർഡാണ് വരുന്നത്, പിന്നെ ID കാർഡ്. അഡ്മിറ്റ് കാർഡും ID കാർഡും നിർബന്ധമായിട്ട് വേണം. ഇത് രണ്ടും വേണം. ഇത് രണ്ടേ വേണ്ടു സത്യത്തിൽ. ഇത് രണ്ടും മാത്രം മതി. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മൂന്നാമതായിട്ട് 2 ഫോട്ടോ നിങ്ങൾ ക്യാരി ചെയ്തോളൂ. നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതെവിടെയും പറയുന്നില്ല വേണമെന്ന്. എടുത്താൽ നല്ലതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മതിയാവുന്നതാണ്. പ്രധാനമായിട്ട് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡും പിന്നെ ID കാർഡും നിർബന്ധമായിട്ട് കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആ 2 സാധനം മതി. ഇനി ഇത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് വളരെ പെട്ടെന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. അത് വേണമെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ആ ഒരു സംഭവം കൂടി വേണമെന്ന് പറയുന്നുണ്ട്. അത് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറയുന്നത്. ഇൻക്ലൂഡ് ഡേറ്റ്, മന്ത്, ഇയർ ഇത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ചിലവരുടെ ആധാർ കാർഡിൽ ഇയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് മാത്രം കൊണ്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷയിൽ കയറാൻ പറ്റില്ല. കാരണം ആസ് പ്രിൻറ്റഡ് ഓൺ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിറ്റ് കാർഡിൽ ഇതിൻ്റെ മുകളിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലുണ്ടാവും. അതിലെങ്ങനെയാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ 1/1/2005 എന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ തന്നെ കൃത്യമായിട്ടുള്ളത് നിങ്ങളുടെ ഇതിലും വേണം. ജസ്റ്റ് ഒരു ഇതിന് ഡെമോക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഡേറ്റ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡേറ്റും മന്തും ഇയറും എല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോ ID കാർഡ്, അഡ്മിറ്റ് കാർഡ്, അത് അഡ്മിറ്റ് കാർഡിലുള്ളതുപോലെ തന്നെ ആധാർ കാർഡ് ആയിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ, പാസ്പോർട്ട് ആയിക്കോട്ടെ, അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. അതിന് ഇൻ കേസ് അത് ഇല്ലാതാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റിൽ അതാണ് പറയുന്നത്, അതുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. രണ്ടാമത്തെ പോയിന്റ് നിങ്ങളെ മാറ്റർ ചെയ്യുന്നതല്ല. പക്ഷേ ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഡസ് നോട്ട് ഹാവ് ദി സെയിം ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് നിങ്ങളുടെ ഫോട്ടോ ID കാർഡിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ ഇല്ല എന്നാണെങ്കിൽ, ആസ് മെൻഷൻ ഇൻ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ ദി കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞത്. ഒരു ഒറിജിനൽ അഡീഷണൽ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ SSLCൻ്റെ ഒറിജിനലോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അതെന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അത് ID കാർഡിൽ ഇല്ലാത്തവരാണ്. ഇപ്പോൾ ലൈസൻസിലാണെങ്കിലും ആധാറിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ മിസ്മാച്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലുള്ളത് നമ്മുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിലുള്ളത് പോലെയല്ല, നിങ്ങൾ കൊടുത്തത് കൃത്യമായിട്ടാണ് പക്ഷേ അതിൽ കൃത്യമല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളത് തെളിയിക്കാനായിട്ട് മറ്റൊരു അഡീഷണൽ രേഖ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കാണെന്ന് കരുതുന്നു. ഒന്ന്, ഒറിജിനൽ ID ഫോട്ടോ കാർഡ് നമ്മൾ കൊണ്ടുപോകണം. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്മിറ്റ് കാർഡിലുള്ളത് പോലെ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് അതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ നമ്മൾ പറയുന്നത്, ഇൻ കേസ് ഓഫ് മിസ്മാച്ച് ഇൻ ദി ഡേറ്റ് ഓഫ് ബർത്ത്, അത് നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒന്നിനും കൃത്യമായിട്ട് മാച്ചിങ് ആവുന്നില്ല എന്നാണെങ്കിൽ നോട്ട് ബി അലൗഡ് ടു അപ്പിയർ ദി എക്സാമിനേഷൻ, പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് നോട്ട് ടു റൈറ്റ് എനിത്തിങ് ഇൻ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്. അഡ്മിറ്റ് കാർഡിൻ്റെ പുറകിലോ മുമ്പിലായിട്ടൊന്നും ഒന്നും എഴുതി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് കൃത്യമായിട്ട് നല്ല വൃത്തിയോടുകൂടി ഡാമേജ് ഒന്നും വരുത്താതെ, ഫോൾഡ്, മടക്കി, ഒടിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും. അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഫയലിലിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ കൊണ്ടുപോകാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാൻഡിഡേറ്റ് ഹു ഹാവ് നോട്ട് വെരിഫൈ ദം സെൽഫ് വിത്ത് ആധാർ ഡ്യൂറിംഗ് ദി രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും SSCൻ്റെ സൈറ്റിൽ. അങ്ങനെയല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം, 2 മണിക്കൂർ, പരീക്ഷൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണം. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ഷെഡ്യൂൾഡ് സ്റ്റാർട്ടിംഗ് ഓഫ് എക്സാമിനേഷൻ, പരീക്ഷ നടക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിൽ അവിടെ എത്തണം. അവർക്ക് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അഡീഷണലി അവരൊന്ന് വെരിഫൈ ചെയ്യും. അവരുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് അവർ തന്നെയാണോ പരീക്ഷ എന്ന് വെരിഫൈ. ആധാർ ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. കറക്റ്റ് നമ്മുടെ ഡാറ്റ പെട്ടെന്ന് മാച്ച് ചെയ്ത് അവർ തന്നെയാണോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അവർ പരീക്ഷൻ്റെ ഇപ്പം ഗേറ്റ് ക്ലോസ് ചെയ്യാൻ 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ 1 മിനിറ്റിൽ ഈ പറഞ്ഞതുപോലെ എക്സാം ഹോളിൽ 1 മിനിറ്റ് മുമ്പൊന്നും എത്തിയാൽ ശരിയാവത്തില്ല. ഞാനതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. പറ്റാവുന്നത്ര നേരത്തെ തന്നെ എത്താം. പക്ഷേ സ്പെഷ്യലി ഈ ഒരു കാൻഡിഡേറ്റ്, അതായത് ആധാർ വെച്ച് വെരിഫൈ ചെയ്യാത്തവരെന്ത് ചെയ്യണം, 2 മണിക്കൂർ മുമ്പെങ്കിലും, പരീക്ഷ നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്താനായിട്ട്, ഹാജരാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ചുവടെയായിട്ട് പറയുന്ന ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഒബ്ജക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞില്ല. മലയാളത്തിൽ എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് മലയാളത്തിൽ തെറ്റ് വന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അത് ബോധർ ചെയ്യേണ്ടതല്ല, മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പിന്നെ നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ 10 days പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് താഴെ ഡീറ്റെയിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതുമാണ്.